ഇന്ന് നമുക്ക് പാലക്കാടൻ അവിയൽ ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ക്യാരറ്റ്, ഒരു മുരിങ്ങക്കായ, 10 കൊത്തവര, ഒരു ചെറിയ കഷ്ണം കപ്പയ്ക്ക, ഒരു ചെറിയ കഷ്ണം നേന്ത്രക്കായ, ഒരു 1/4 കിലോ കുമ്പളങ്ങ, അതുപോലെ തന്നെ 200 ഗ്രാം ചേന. ഇത് നമുക്ക് കഷ്ണങ്ങളാക്കി മാറ്റാം. ചേന ചെറിയ കഷ്ണങ്ങളാക്കി നമുക്കാദ്യം നീളത്തിൽ മുറിച്ചെടുക്കാം. അതിനുശേഷം അത് ഏകദേശം ഒരുപോലെ ഈ വലിപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കി മാറ്റാം. ചേന മുറിച്ചാൽ അത് നമുക്ക് വെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കാം. ഇനി നമുക്ക് വാഴയ്ക്ക ചെറിയ കഷ്ണങ്ങളാക്കി നീളത്തിൽ മുറിച്ചെടുക്കാം. ഏകദേശം എല്ലാം ഒരേ വലിപ്പത്തിൽ വരാനായിട്ട് നോക്കുക. അതും നമുക്ക് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുമ്പളങ്ങ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. അതിൻ്റെ തൊലി മാറ്റിയ ശേഷം ചേന മുറിച്ച് അതേപോലെ തന്നെ നീളത്തിൽ തന്നെ നമുക്കത് മുറിച്ച് എടുക്കാം. അതുപോലെ മുരിങ്ങക്കായ ചെറിയ നീളത്തിൽ മുറിച്ച ശേഷം അത് രണ്ടാക്കി പൊളിക്കാം. കയ്പ്പയ്ക്കയും അതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. ഇവിടെ ഞാൻ കുക്കറിലാണ് ചെയ്യുന്നത്. ഒരു പ്രഷർ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുത്ത് കഷ്ണങ്ങൾ ആദ്യം ചേന ഇട്ട് കൊടുക്കാം. അതിനാണല്ലോ കുറച്ച് വേവ് കൂടുതൽ. ചേന ഇട്ട് കൊടുക്കാം. അതിന് മുകളിലേക്ക് മറ്റു കഷ്ണങ്ങളെല്ലാം ചേർത്ത് കൊടുക്കാം. പിന്നെ ക്യാരറ്റ്, അതുപോലെ തന്നെ കൊത്തമര, വാഴയ്ക്ക, മുരിങ്ങക്കായ, ഏറ്റവും മുകളിലായിട്ട് നമുക്ക് കുമ്പളങ്ങ കഷ്ണം ഇട്ട് കൊടുക്കാം. നമുക്ക് ഇത് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണ്ട. അങ്ങനെ തന്നെ വെച്ച് മൂടി വെച്ച് ഒരു വിസിൽ വരുന്നത് വരെ ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാം. വിസിൽ വന്ന ശേഷം ഓഫാക്കി അതിന് പ്രഷർ പോയ ശേഷം തുറന്നതാണ്. കഷ്ണങ്ങളെല്ലാം വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ ഒരു മൂടി തേങ്ങ മുഴുവനായും എടുത്തിട്ടുണ്ട്. അതിലെ കറുത്ത ഭാഗം തേങ്ങയുടെ അടിയിൽ വരുന്ന അത് മാറ്റിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാനൊരു 200 ഗ്രാമോളം ഉണ്ടാവും തൈര്, പുളിപ്പുള്ള മിൽമയുടെ തൈരാണ്, കട്ടിത്തൈരാണ്. അതിലേക്ക് 4 പച്ചമുളക് കൂടെ ഇട്ട് കൊടുത്ത് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈൻ പേസ്റ്റ് പോലെയൊന്നും അരയണ്ട. ഇനി നമുക്ക് ഈ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇത് മിക്സ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ ഫ്ലെയിം സിമ്മിൽ വെച്ച് കൊടുത്താൽ മതി. നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം നമുക്ക് തീ കൂട്ടി കൊടുക്കാം. നമുക്ക് ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. അത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ഒരുപാട് ഇങ്ങനെ ശക്തമായിട്ട് ഇളക്കണ്ട, അപ്പോൾ കഷ്ണങ്ങൾ ഉടയാനുള്ള സാധ്യതയുണ്ട്. അത് ശ്രദ്ധിച്ച് ഇളക്കി കൊടുക്കാം. ഇതൊക്കെ ഒന്ന് വറ്റുന്ന വരെ നമുക്കത് സ്റ്റൗവിൽ വെച്ച് കൊടുക്കാം. വെള്ളം ഒരുപാട് തൈരും ആ വെള്ളമൊക്കെ നമുക്ക് ഉപ്പൊക്കെ ഒന്ന് പാകമാണോ നോക്കാം. പോരെങ്കിൽ നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇതിൽ നമുക്ക് ഓഫാക്കാം. ഈ വെള്ളം തണുക്കുമ്പോൾ അത് കുറുകി പാകമാവും. ഇതിലേക്ക് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫാക്കി വയ്ക്കാം. അതിനുശേഷം അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ അവിയൽ തയ്യാറായി. നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം.